ഹായ് ഓൾ, എല്ലാവർക്കും 123 കിച്ചണിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കൂ. ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനകത്ത് കംഫർട്ട് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഇത് ചിലർക്കൊക്കെ അറിയാമായിരിക്കും, പക്ഷെ അറിയാത്തവരും ഉണ്ടാവുമല്ലോ. അവർക്കൊക്കെ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. 4 വാഷിംഗ് മെഷീനൊക്കെ ആണെങ്കിൽ ഡിറ്റർജൻറ്റ് ഇടുന്ന ബോക്സിനടുത്ത് തന്നെ വേറൊരു ബോക്സും കൂടി ഉണ്ടാവും, അല്ലെങ്കിൽ ആ ബോക്സ് തന്നെ ഷെയർ ആയിട്ട് 2 ഭാഗമായിട്ടുണ്ടാവും. അതിനകത്തായിരിക്കും കംഫർട്ട് ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് LG ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനകത്ത് എങ്ങനെയാണ് നമ്മൾ കംഫർട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇത് 6.2 kg ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ അലക്കാനുള്ള ഡ്രസ്സൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇനി ഡിറ്റർജൻറ്റ് ഇട്ട് കൊടുക്കാനാണ് ഉള്ളത്. ഞാനിവിടെ 1/2 കപ്പ് ഡിറ്റർജൻറ്റാണ് എടുക്കുന്നത്. എന്തെന്ന് വെച്ചാൽ അലക്കാൻ ഒരുപാടുണ്ട്, വാഷിംഗ് മെഷീൻ ഫുള്ളായിട്ടുണ്ടെന്ന് തന്നെ പറയാം. 6.5 kg ആണല്ലോ ഇതിൻ്റെ വെയിറ്റ്, അതുകൊണ്ട് അതിനനുസരിച്ചുള്ള ഡ്രസ്സൊക്കെ നമുക്ക് ഇതിലിട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഈ ഡിറ്റർജൻറ്റ് ഈ ബോക്സിലോട്ടൊന്ന് ഇട്ട് കൊടുക്കണം. ഡിറ്റർജൻറ്റ് ഒരുപാട് അങ്ങ് ഇട്ട് കൊടുക്കേണ്ടതില്ല. എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഡ്രസ്സൊക്കെ പെട്ടെന്ന് ചീത്തയായി പോകും. ഇനിയിപ്പോൾ കംഫർട്ടാണ് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാനുള്ളത്. ഇവിടെ ചെറുതായിട്ട് 3 ഹോൾസ് കാണുന്നുണ്ടല്ലോ, ഇതിൽ കൂടിയാണ് കംഫർട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിവിടെ കംഫർട്ട് അതിൻ്റെ അടപ്പിൽ മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഈ ഹോൾസിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഏകദേശം എല്ലാവരും കംഫർട്ട് ഉപയോഗിക്കുന്നവരായിരിക്കും. ഡിറ്റർജൻറ്റ് ഉപയോഗിക്കുമ്പോൾ വസ്ത്രത്തിൽ അഴുക്ക് പോകും, പക്ഷേ വസ്ത്രത്തിന് നല്ലൊരു മണം കിട്ടണമെങ്കിൽ കംഫർട്ട് തന്നെ ഉപയോഗിക്കണം. ഇപ്പോൾ പലതരത്തിലുള്ള ഫാബ്രിക് കണ്ടീഷണർ മാർക്കറ്റിൽ അവൈലബിൾ ആണല്ലോ, അപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി വാഷിംഗ് മെഷീൻ ഓൺ ചെയ്ത് കൊടുക്കാം. ആദ്യം പവർ എന്ന ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് എന്ന ബട്ടണും കൂടി പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്കിവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണുന്നുണ്ട്, പക്ഷെ അതൊന്നും പ്രസ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പവർ എന്ന ബട്ടനും സ്റ്റാർട്ട് എന്ന ബട്ടനും മാത്രം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ 3 ഓപ്ഷനായിട്ടാണ് വരുന്നത്. ആദ്യത്തേത് വാഷും, പിന്നെ റിൻസും, പിന്നെ സ്പിന്നുമായിരിക്കും. അതൊന്നും നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ ഓട്ടോമാറ്റിക്കായി തന്നെ വരുന്നതായിരിക്കും. ചില വാഷിംഗ് മെഷീനിലൊക്കെ ഇങ്ങനെ കംഫർട്ട് അപ്ലൈ ചെയ്യാനുള്ള ഹോൾസ് ഇല്ല എങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഏകദേശം 20 മിനിറ്റ് ആവുമ്പോൾ ഇതിൻ്റെ വാഷിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കും. അപ്പോൾ നമ്മൾ പൗസ് എന്ന ബട്ടൺ അമർത്തിയതിന് ശേഷം ഈ വാഷിംഗ് മെഷീൻ ഒന്ന് തുറന്നു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് തന്നെ ഡയറക്റ്റായിട്ട് കംഫർട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ജസ്റ്റ് വാഷിംഗ് മെഷീൻ ഒന്ന് ഓണാക്കിയതേ ഉള്ളൂ, പിന്നെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഒന്ന് ചെയ്തേ ഉള്ളൂ. ചില സമയത്ത് വാഷിംഗ് മെഷീൻ ഓൺ ചെയ്ത് അതിൻ്റെ വാഷൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കംഫർട്ട് ഒഴിക്കാൻ മറന്നു പോകും. അങ്ങനെ മറക്കുകയാണെങ്കിൽ സെപ്പറേറ്റ് വാഷ് ചെയ്ത് എടുക്കാവുന്നതാണ്. ആദ്യം പവർ എന്ന ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം വാഷ് എന്ന ബട്ടൺ പ്രസ് ചെയ്യാം. അത് കഴിഞ്ഞ് സ്റ്റാർട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വാഷ് കഴിഞ്ഞതിന് ശേഷം വാഷിംഗ് മെഷീൻ ഓഫ് ആവും. അപ്പോൾ നമുക്ക് അതിലോട്ട് കംഫർട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നീട് പവർ എന്ന ബട്ടണിന് ശേഷം റിൻസും സ്പിൻ എന്ന ബട്ടണും കൂടി പ്രസ് ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് കൊടുക്കാവുന്നതാണ്. ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനിൽ ഇങ്ങനെ ഫാബ്രിക് കണ്ടീഷണർ ഒഴിക്കാനുള്ള ഹോൾസ് ഇല്ലെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്യാവുന്നതാണ്. യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ മലയാളത്തിൽ ഇതുപോലെയൊരു വീഡിയോ കണ്ടില്ല, അതുകൊണ്ട് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കൂ.